ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ള തമിഴിലും മലയാളത്തിലും സംസ്കൃതത്തിലുമായി നമ്മൾക്ക് 64-ലധികം കൃതികളാണ് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ശിവഗിരി മഠം പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത കൃതികളൊക്കെ ചേർത്ത് 72 കൃതികൾ കണ്ടെത്തി പുതിയ ഗുരുദേവ കൃതികളുടെ പുസ്തകം മഠത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഗുരു മുൻതൂക്കം കൊടുക്കുന്നത് ജ്ഞാനത്തിന് തന്നെയാണ്. ഈ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗുരുവിൻ്റെ കൃതികൾ, ഏത് കൃതികൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ജ്ഞാനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെങ്കിലും ആ ഒരു രീതിയിൽ ഗുരുവിൻ്റെ കൃതികളെ പൊതുവെ അവതരിപ്പിക്കുന്നത് കുറവാണ്. ചില നിർദ്ദേശങ്ങൾ, ചില സൂചനകൾ, ഇതൊക്കെ നൽകാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും കൃതികളെ പലരും അവലംബിക്കുന്നത്. എന്നാൽ ഈ കൃതികളെ നമ്മൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും, പൂർവികരായിട്ടുള്ള മഹർഷിമാർ, ഉദ്വാലക മഹർഷിയെ പോലുള്ള, യാജ്ഞവൽക്യനെ പോലെയുള്ള, വേദവ്യാസനെ പോലെയുള്ള മഹർഷിമാരൊക്കെ എന്താണോ ഉപനിഷത്തിലൂടെ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടുള്ളത്, വേദങ്ങളിലൂടെ പകർന്നു കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ സാരം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൽ 4 വേദങ്ങളാണുള്ളത്. അതിൽ 4 മഹാവാക്യങ്ങളുണ്ട്. അതിന് സാരം അതാണ്. ഈ 4 മഹാവാക്യങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി പല ഉപനിഷത്തുകളും അവർ രചിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ, ചില കഥകൾ, പലതും അതിനകത്ത് അവർ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സത്ത എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയാൽ ഈ 4 മഹാവാക്യങ്ങളാണ്. അതുകൊണ്ട് ഉപനിഷദ് ഉക്തി രഹസ്യം ഓർത്തിടേണം എന്ന് ഗുരു പറയുമ്പോൾ ആ ഉപനിഷത്ത് ഉക്തി, ഉപനിഷത്ത് എന്താണ് പറഞ്ഞത്, അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഗുരുവും അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സൂചിപ്പിക്കുമ്പോൾ, ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപനിഷത്തിനെയും മറ്റുള്ളതൊക്കെ നിശിതമായിട്ട് വിമർശിക്കുന്നത്. വിമർശനം നല്ലതാണ്. പക്ഷെ ഉപനിഷത്ത് കാണാത്തവരും ഉപനിഷത്ത് പഠിക്കാത്തവരും പറയുകയാണ്, ഗുരു അതൊന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല, അത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരു അന്ധമായിട്ടുള്ള വിമർശനം അല്ല നമുക്ക് വേണ്ടുന്നത്. മറിച്ച് ഉപനിഷദുക്തി രഹസ്യം ഓർക്കുവാനാണ് ഗുരു പറയുന്നത്. അതിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു അത് പഠിച്ചിട്ട് അത് ഓർക്കണം. ഇപ്പോൾ ഗുരു തന്നെ പറയുന്നു, സാക്ഷാൽ അനുഭവശാലികളാം ഓർക്കിൽ ഇതാരും. അപ്പം നമ്മളെല്ലാവരും അനുഭവശാലികളാണ്. എന്തിൻ്റെ? ഈ ഉപനിഷത്ത് ഉക്തി ഓർത്തു കഴിഞ്ഞാൽ നമ്മളും ആ പരമ്പൊരുളാണ് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഗുരു അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ ഈ 4 മഹാവാക്യങ്ങളെ അതുകൊണ്ട് തന്നെ ഗുരു എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രഹ്മവിദ്യാ പഞ്ചകം എന്നുള്ള കൃതിയിൽ ഒറ്റ ശ്ലോകത്തിൽ തന്നെ അത് പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മവിദ്യാ പഞ്ചകം പോലെയുള്ള
അതിഗഹനമായ കൃതികൾ കാണുകയോ കേൾക്കുകയോ പഠിക്കുകയോ, വായിച്ചാൽ അതങ്ങനെ മനസ്സിലാകുന്ന ഒന്നല്ല. അതിൻ്റെ മർമ്മം ഗ്രഹിച്ച ആചാര്യനിൽ നിന്ന് നമ്മളത് പഠിക്കണം. പലരുടെയും വിചാരം ഗുരുദേവ കൃതികൾ വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അത് വെറുതെയാണ്. കാരണം ഒരു വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എത്രയോ ആഴത്തിലത് പഠിക്കണം. ഈ ഉപനിഷദ് ഉക്തി എന്നുള്ള ആ ഒറ്റ വാക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ ആഴവും പരപ്പും നമ്മളൊരു ആശ്ചര്യത്തോടു കൂടി തന്നെ പിന്നെ ഗുരുവിനെ കാണാൻ പറ്റുള്ളൂ. ഉപനിഷത്തുക്കളുടെ സത്ത ഗുരു ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ തത്വമസി എന്നും അഹം ബ്രഹ്മാസ്മി എന്നും അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ, ഇത് 4 മഹാവാക്യങ്ങൾ. ഇത് 4 ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഗുരു എഴുതി വച്ചിരിക്കുകയാണ്. വാക്കുകൾ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ആ ഉപനിഷത്ത് പ്രോക്തമായിട്ടുള്ള പ്രധാനമായിട്ട് 10 ഉപനിഷത്തുകളാണ്. അതിലൊരു ഉപനിഷത്തിനെ ഗുരുദേവൻ മലയാളത്തിലേക്ക് തർജ്ജിമയും ചെയ്തു, ഈശാവാസി ഉപനിഷത്ത്. പുരാണങ്ങളും ഭാരതവുമൊക്കെ ഈ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് കഥാരൂപത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. എത്രയോ പുരാണങ്ങൾ നമുക്കുണ്ട്, പക്ഷെ അവിടെയൊക്കെ ഓരോ ദേവതകളുടെ പേരിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മഹാഭാരതത്തിലും ഈ സത്യത്തെ, അറിവിനെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത അതിൻ്റെ ഇടയ്ക്ക് വരുന്ന. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപനിഷദ് ഉക്തി എന്താണ് എന്ന് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാൻ ഈ ഉപനിഷത്തുകളെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ഗുരുവിൻ്റെ ആ കൃതി മാത്രം, ആത്മോപദേശശതകമോ ബ്രഹ്മവിദ്യാ പഞ്ചകമോ ദർശനമാലയോ ഒക്കെ പഠിച്ചാൽ മതി. പക്ഷെ ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ വിശദീകരണം ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ ഉപനിഷത്തുകൾ പഠിക്കണം. തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.